നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കറിയുമായിട്ടാണ്. ഇത് വളരെയധികം പ്രത്യേകതയുള്ളൊരു കറിയാണിത്. കാരണം ഇതിൻ്റെ പേര് ധാബ സ്റ്റൈൽ തക്കാളിക്കറി എന്നാണ്. അതിന് മെയിനായിട്ടും വേണ്ടത് തക്കാളിയാണ്. പിന്നെ ഞാൻ ദേ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു തക്കാളി ഞാൻ ദേ ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില വേണം. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഞാനൊരു ധാബ സ്റ്റൈൽ തക്കാളിക്കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദേ ഒരു പാൻ ചൂടാക്കാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ പാൻ ചൂടാവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ദേ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആകെ മൊത്തം വെളിച്ചെണ്ണ ഇത്രയും മതി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ എണ്ണ ഒന്ന് ചൂടാവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പയ്യെ എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അത്രയും തന്നെ കടുകും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പയ്യെ ഇത് രണ്ടും ഒന്ന് പൊട്ടി വരണം. തീ അല്പം കുറച്ച് വെച്ചേക്കണം. കാരണം കടുക് ഒരുപാട് പെട്ടെന്ന് പൊട്ടി കരിയാൻ ഇടവരും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ അതേ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതേ സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് പയ്യെ വഴറ്റിയെടുക്കണം. അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഈ സബോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റും ഒക്കെ അതിൻ്റെയൊക്കെ ഒന്ന് പച്ചപ്പ് മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തീ കുറച്ചിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അടുപ്പിച്ചൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇതിൻ്റെയൊക്കെ പച്ചപ്പൊന്ന് മാറിക്കഴിഞ്ഞിട്ടാണ് നമ്മളിനി അടുത്തത് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം, ഈ സബോളയൊക്കെ. അപ്പോൾ നമ്മളതുവരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർക്കേണ്ട സമയമായി. അപ്പോൾ നമ്മളിനി ഇത് ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിൽ ആദ്യം നമ്മൾ ചേർക്കേണ്ടത് അല്പം ഉപ്പാണ്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ ഉപ്പ് ഇവിടെ ചേർക്കാൻ പോവാണ്. ഉപ്പ് കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് വഴഞ്ഞു വരും. അപ്പോൾ നമുക്കിനി ആദ്യമായിട്ട് ചേർക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഞാൻ ഈ വഴറ്റുന്നതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാൻ പോവാണ്. ഉപ്പ് കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഒരുപാട് നേരമൊന്നും ഇളക്കി കൊടുക്കണ്ട. കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സബോളയൊക്കെ വഴറ്റി കിട്ടും. അപ്പോൾ ഞാനത് ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇളകി അതിൻ്റെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ഏകദേശമൊക്കെ ആവുന്നത് വരെ നമ്മൾ സബോള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഏകദേശമൊക്കെ കളറൊക്കെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ഇടേണ്ട സാധനങ്ങളൊക്കെ ചേർക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിനി ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം നല്ല നിറവും കിട്ടും, എരിവ് ഒത്തിരി കാണുകയില്ല. അപ്പോൾ ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് 1 സ്പൂൺ മല്ലിപ്പൊടി, അതും ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. അതും ഞാൻ അതുപോലെ തന്നെ 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടികളുടെ പച്ചപ്പൊക്കെ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പൊടികളുടെ പച്ചപ്പെല്ലാം മാറി ഇതുമായിട്ട് യോജിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് അടുത്തത് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതുവരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ എല്ലാം പച്ചപ്പൊന്ന് മാറണം. അപ്പോൾ അതുവരെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ തീ അല്പം കുറച്ചിടണം. കാരണം അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ ഒന്ന് അടുക്കി പിടിക്കണം, ഇങ്ങനെ കരിയണ ഒരു രൂപത്തിലാവരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ അല്പം കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട്. നമ്മൾ ഒരുപാട് നേരമൊന്നും ഇളക്കണ്ട. ഏകദേശമൊക്കെ ഒന്ന് പാകമായി കഴിയുമ്പോൾ നമ്മളിനി അതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം കടുക് വറുത്തപ്പോൾ കറിവേപ്പില ചേർത്തില്ല, അതിപ്പോഴാണ് ചേർക്കണ്ടേ. അപ്പം നമ്മളിത് ഇപ്പം ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയിപ്പം നമുക്കിതിനകത്തേക്കുള്ള അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഐറ്റം ചേർക്കാൻ പോവുകയാണ്, തക്കാളി പൾപ്പാക്കിയത്. അത് ഞാൻ ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇതാട്ടോ ഈ കറിയുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് തരുന്ന ഒരു മെയിൻ ഐറ്റമാണിത്.
അപ്പോൾ അതേ ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഒരുപാട് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഏകദേശം എല്ലാം ആയി തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ തക്കാളി അവിടെ ചെറുതായിട്ട് അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ തക്കാളി കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന് വെള്ളം പാകത്തിനാണോയെന്ന്. തക്കാളി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കണ്ടായെങ്കിലും നമുക്ക് അല്പം ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഇളക്കുമ്പോൾ അതിന് അല്പം വെള്ളത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇളക്കാൻ പോകുന്നത്. കാരണം അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇതായിപ്പോവും, ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഞാൻ ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ ഈ തക്കാളി ഒരു 2-3 മിനിറ്റ് അത്രയും മതി ഇതിനകത്തിരുന്നൊന്ന് വേവണം, എന്നാലേ സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിന് അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒരല്പം ഉപ്പും കൂടി കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇതിപ്പം നമ്മുടെ പൊറോട്ടയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ നല്ല കോമ്പിനേഷനാണിത്. ഇതിനിപ്പം നല്ല കട്ടിയുള്ള ഗ്രേവിയും മസാലയുടെ നല്ല അടിപൊളി മണവും രുചിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു നല്ല അടിപൊളി സൂപ്പർ തക്കാളിക്കറി ആട്ടോ. അപ്പോൾ ഏകദേശം ഫൈനലായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ധാബ സ്റ്റൈലിൽ ഒരു അടിപൊളി തക്കാളിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ സാധാരണ തക്കാളിക്കറിയേക്കാൾ അല്പം കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളിക്കറിയാണിത്. ഇതിപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഉള്ളൊരു കറിയാണിത്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമ്മൾ സാധാരണ കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.